ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളയപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി തുടങ്ങി ഏത് മെയിൻ ഡിഷിന്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 2 മുട്ട പുഴുങ്ങി വെക്കണം. 4 പേർക്കുള്ള ഡിഷാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇവിടെ ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തീ നന്നായി കുറച്ചതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു 4 മീഡിയം സൈസ് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവാളയുടെ കളർ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വരണം, അതുവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ സവാളയിലേക്ക് ആ മസാല എല്ലാം പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിന്റെ ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിന്റെ ഇല കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 300 ml ഉണ്ടാവും. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരമുറി ചിരകിയ തേങ്ങയുടെ പാലാണ്. അപ്പോൾ 1 ഗ്ലാസ് പാല് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇത് 1 മിനിറ്റ് തിളയ്ക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2ആയി മുറിച്ച ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ താറാമുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ചേർത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ.